ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പാൽപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാൽപ്പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറികളോ വേറെ ഒന്നും ആവശ്യമില്ല. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഈ ഒരു പാൽപ്പുട്ട്. അപ്പോൾ ഈ ഒരു പാൽപ്പുട്ട് ഈ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു പാൽപ്പുട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ക്യാരറ്റും പാലും തേങ്ങയൊന്നും കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നല്ലോണം കഴിക്കും. കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഈ ഒരു പാൽപ്പുട്ട്. അപ്പോൾ ഈ ഒരു പാൽപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1.5 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.25 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പല ടൈപ്പിലുള്ള പുട്ടുപൊടികളും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പാല് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം അജ്മിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.25 കപ്പ് കറക്റ്റാണ് കേട്ടോ പാല്. അപ്പോൾ അത് നല്ലോണം മിക്സാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാഷ്യൂ ഒന്ന് ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ബട്ടറിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് നെയ്യിനാണ് കേട്ടോ. അപ്പം നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിയിൽ പറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് 5 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പാലിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പുട്ടുപൊടി ഒന്ന് നല്ലോണം ഒന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഈ ഒരു പാത്രം ചെറുതാണ്, അതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും. ഈ ഒരു സമയത്ത് നമുക്ക് നനവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് ഞെരടി എടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു മധുരം ഇതിന് കറക്റ്റാണ്. നല്ല മധുരമില്ല, എന്നാൽ മധുരം കുറവുമില്ല. ആ ഒരു രീതിക്കാണ് ഈ ഒരു പഞ്ചസാര നിൽക്കുന്നത്. അപ്പോൾ നല്ലോണം പഞ്ചസാര മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ പുട്ട് കുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ ഇല്ലെങ്കിൽ സാധാ നമ്മുടെ ഈ ഒരു മിക്സ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സ് ചേർത്ത് കൊടുത്തു. അങ്ങനെ 2 ലെയറായിട്ടാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇനി ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പുട്ടിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ലെയറായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി തേങ്ങ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടുകുന്തൂക്കിൽ വെള്ളം പതിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് പുട്ടുകുറ്റി ഇതിന്മേൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നല്ലോണം ആവി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ സിമ്മിലാക്കി നല്ല തീ കുറച്ചിട്ട് വെക്കണം, ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു പാൽപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ടാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൂടിയാണ് ഈ ഒരു പാൽപ്പുട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കറിയോ ഒന്നും വേണ്ട ഇത് കഴിക്കാനായിട്ട്. നല്ല സ്വാദുമാണ് ഇത് കഴിക്കാൻ. നല്ല മധുരം ഉണ്ടാവും. ആവശ്യത്തിനുള്ള മധുരം ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമ്മളെ ഹെൽത്തിനും നല്ലതാണ്. പാലും നെയ്യും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് ഈ ഒരു പുട്ട്. നല്ല ടേസ്റ്റാണ്. ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ഈ ഒരു പാൽപ്പുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും.